ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവിഷൻ വീഡിയോ. കഴിഞ്ഞ 9 വീഡിയോസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റഡിയിങ് ഈസ് ആൻ ആർട്ട്, റൈറ്റിംഗ് എക്സാം ഈസ് എ ഡിഫറെൻ്റ് ആർട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന സ്റ്റെപ്പുകൾ മാത്രം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആ 9 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്പമൊക്കെ കാണാണ്ടൊക്കെ പഠിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, എങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം ഒന്നാമത്തെ ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ. ഇവിടെ നമുക്കൊരു 8 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് കൂളോംസ് ലോ ആണ്. The force between two stationary electric charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them, and the force F is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R square, where epsilon 0 is the permittivity, permeability അല്ല, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, ഈ ചോദ്യം നമ്മൾ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം ഏതാണെന്നറിയോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് ഓൺ +1 കുളോം ചാർജ് കെപ്റ്റ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അത് പഠിക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളോം, വോൾട്ട് പെർ മീറ്റർ, രണ്ടും ഓർത്തിരിക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഈ സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഈ സെൻറ്റൻസ് നിങ്ങൾ അങ്ങ് ഓർത്തിരിക്കണേ. പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ തീരുന്ന ടാൻജൻറ്റുകൾ ഫീൽഡ് ഡയറക്ഷൻ നൽകുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത സാങ്കല്പിക രേഖകളാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. ഇതിനെ 5 സെൻറ്റൻസായിട്ട് ഇംഗ്ലീഷിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ 5 മാർക്കിൻ്റെ വരെ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ചോദ്യം. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മളെല്ലാ ഡെറിവേഷൻസും മാക്സിമം 4 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ 4 സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമായിട്ട് ഒരു ചിത്രം വരയ്ക്കണം. +Q -Q ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. ഇത് ആക്സിയൽ ലൈൻ. ഈ പോയിൻറ്റിലെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം R ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇത് 1 മാർക്കിൻ്റെ പടായി. ഇനി ഇലക്ട്രിക് ഫീൽഡ് E+ ഈസ് ഈക്വൽ ടു, നേരെ ഇതങ്ങ് എഴുതിയാൽ മതി, 1 by 4 pi epsilon 0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ, ഈ ദൂരമാണ് വേണ്ടത് നമുക്ക്, അപ്പോൾ R - a ഹോൾ സ്ക്വയർ. അതേപോലെ ഈ മൈനസ് ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R + a ഹോൾ സ്ക്വയർ. Adding these two we get E net is equal to, നേരെ ഇത് എഴുതിയാൽ മതി, 1 by 4 pi epsilon 0 into 2p divided by r cube. ഇനി ബ്രാക്കറ്റ് ഒരു കാര്യം എഴുതണം നമ്മൾ, for r much greater than a and p is equal to 2aq. ഇനി ഡയറക്ഷൻ കൂടെ എഴുതണം, along p, പിയുടെ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എന്നാണ് സൂചന. ഇത്ര എഴുതിയാൽ നമുക്ക് 5 മാർക്ക് ഉറപ്പായി. ഇനി നമ്മളുടെ ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പോൾ വീണ്ടും +Q -Q 2a, നടുക്കോടെ ഇക്വിറ്റോറിയൽ ലൈൻ. ഇവിടെ പോയിൻ്റ്, ഇവിടുന്ന് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് E+, ഇതിൽ E-, ഇത് അങ്ങോട്ട് E+ sin θ, ഇങ്ങോട്ട് E- sin θ. ഈ ദൂരം ആണ് നമ്മളുടെ
ആർ. ഇനി ഇങ്ങോട്ട് രണ്ട് കമ്പോണൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് അങ്ങോട്ട്. സോ ദേ ആഡ് അപ്പ് ടു ഗിവ് യു 2e പ്ലസ് കോസ് തീറ്റ എന്നെഴുതുന്നു. ഇനി നിങ്ങൾ ഈ സ്കെയിലൊന്നും വെച്ച് പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ വെറുതെ വേഗം വരച്ചാൽ മതി. പടത്തിന് ടെക്നിക്കലായ കാര്യങ്ങൾ വേണമെന്നേ ഉള്ളൂ, ഭയങ്കര ഭംഗിയൊന്നും ആവശ്യമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത്, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത് ഇ പ്ലസ് ആൻഡ് ഇ മൈനസ് ആർ ഈക്വൽ ആൻഡ് ദർ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ഈച്ച് അതർ. ഇനിയോ ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് അപ്പ് ഗിവിങ് ഇ നെറ്റ് ഈസ് ഈക്വൽ ടു അത് 2e പ്ലസ് കോസ് തീറ്റ. അത് വീണ്ടും എടുത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. 2 ഇൻറ്റു ഇ പ്ലസ് എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഈ ദൂരത്തെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറാണ് നമുക്ക് അവിടെ വേണ്ടത്. സോ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ആംഗിൾ തീറ്റയായിട്ട് എടുത്തിട്ടാണ് നമ്മളവിടെ ഈ കോസ് തീറ്റ എന്ന് എഴുതിയേക്കണേ. അപ്പോൾ പടത്തിലത് ചേർക്കണം. ഇൻറ്റു കോസ് തീറ്റ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? എ ബൈ എക്സ് ആണ്. എ ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഇപ്പോൾ ഇവിടെ എഴുതുന്നത് നമുക്ക് എന്താ കിട്ടുക? നെറ്റ് 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നെഴുതുക. 4 നമ്മൾ നേരത്തെ എഴുതിയ പോലെ 4 ആർ ഗ്രേറ്റർ ദാൻ എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 2aq. പിയുടെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പം ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് പി എന്നും എഴുതാം. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി. കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ, നന്നായിട്ട് എഴുതി പഠിക്കണം. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പരീക്ഷയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗോസ് തിയറമാണ്. ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ദാറ്റ് ഈസ് ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്. അപ്പോൾ ആ ഇക്വേഷനും പഠിക്കണം. പിന്നെ ഇതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. ആ 3 ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരെണ്ണം എന്താണെങ്കിലും ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ പഠിക്കുന്നു. ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നത് ചാർജ്ഡ് സ്ഫിയറിൻ്റേതാണ്. അപ്പോൾ ചാർജ്ഡ് സ്ഫിയറിൻ്റെ പടം വരയ്ക്കണം. ഇതാണ് ചാർജ്ഡ് സ്ഫിയർ. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ചാർജ് യൂണിഫോമായിട്ട് വരയ്ക്കുന്നു. അതിൽ ക്യൂ എന്ന ചാർജാണ് ഉള്ളത്. ഇനി നമ്മൾ ഗോസിയൻ സർഫസ് വരയ്ക്കുന്നു. ആ ഗോസിയൻ സർഫസിലാണ് ആ പോയിൻ്റ് ഉള്ളത്. അങ്ങോട്ടാണ് ആർ എന്ന ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ആയിരിക്കും. സർഫസ് ഏരിയയും ആ ഡയറക്ഷനിൽ ആയിരിക്കും. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു എസ് ആണ്. തീറ്റ 0 ആയതുകൊണ്ട് കോസ് 0 1 ആയിരിക്കും. അപ്പോൾ സർഫസ് 4πr² ആയിരിക്കും. അപ്പോൾ ഈ പടം നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണം. ആ പടത്തിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, നമ്മൾ സൂക്ഷ്മമായിട്ട് വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സെൻറ്റൻസാണ് എഴുതേണ്ടത്. കൃത്യമായിട്ട് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇമാജിൻ എ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് കോൺസെൻട്രിക് വിത്ത് ദ സ്ഫിയർ വിത്ത് ദ പോയിൻ്റ് ഓൺ ദ സർഫസ്. 3 കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ്, കോൺസെൻട്രിക് വിത്ത് ദ സ്ഫിയർ ആൻഡ് പോയിൻ്റ് ഓൺ ദ സർഫസ്. ഓക്കെ, ഇനി നമ്മൾ ഗോസ് തിയറം എഴുതുന്നു. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്. ഓക്കെ, ടോട്ടൽ ഫ്ലക്സ് നമ്മൾ എഴുതുന്നു. ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് ക്യൂ ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ r². ഇത് പോയിൻ്റ് പുറത്താകുമ്പോഴാണ്.
അത് ചിലപ്പോൾ വേറെ വേറെ ചോദിക്കും നമ്മളുടെ അടുത്ത്. ഓക്കെ, ഇതാണ് ഏറ്റവും സാധ്യത കൂടിയ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഇനി ഇഫ് ദ പോയിൻ്റ് ഈസ് ഓൺ ദ സർഫസ്, ഈ സ്മോൾ ആറിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക? ക്യാപിറ്റൽ ആർ ആണ് ഉപയോഗിക്കുക. ഇഫ് ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദി സ്ഫിയർ ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഗോസിയൻ സർഫസ് എൻക്ലോസസ് നോ ചാർജ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ പഠിച്ചാലും മതി. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ്. അടുത്ത ആപ്ലിക്കേഷൻ വയറാണ്, ചാർജ്ഡ് വയർ. ഇപ്പോൾ ഒരു ചാർജ്ഡ് വയർ കാണിക്കുക, അതിൽ ചാർജ് കാണിക്കുക, അതിൻ്റെ സർഫസ് ചാർജ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കാണിക്കുക. ഇനി ഇതാണ് പോയിൻ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറാണ് നമ്മളുടെ ഗോസിയൻ സർഫസ്. ഇത് അങ്ങോട്ടുള്ള ദൂരം r. അപ്പോൾ പടം വരയ്ക്കുന്നു. ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക്, ഏരിയ വെക്റ്റർ ഈ ഡയറക്ഷനിലേക്ക്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു, ഇത് കട്ട് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴുള്ള ഏരിയ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. സോ ഇറ്റ് ഈസ് 2πr ഇൻറ്റു എൽ. ഇതാണ് എൽ നീളത്തിൽ ഇത് എടുത്തേക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സൈഡിലെ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തൽക്കാലം അവിടെ എഴുതുകയാണ്. ഈ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πrl എന്ന് നമ്മൾ എഴുതുന്നു. ഇനി ഇത് ഈ കർവ്ഡ് സർഫസിൽ കൂടെയുള്ളതാണ്. കട്ട് ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് 0 എന്ന് എഴുതിയേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ചു നമ്മൾ. ഇനി നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു സ്റ്റെപ്പ് എഴുതണം. അത് നമ്മളുടെ ഗോസിയൻ സർഫസിനെ കുറിച്ചാണ്. വീണ്ടും 3 കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഇമാജിൻ എ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? കോൺസെൻട്രിക് വിത്ത് ദ വയർ വിത്ത് ദ പോയിൻ്റ് ഓൺ ഇറ്റ് സർഫസ് അസ് ഇൻ ദ ഫിഗർ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എഴുതാവുന്നത് ഇമാജിന് ഗോസിയൻ സർഫസ് അസ് ഇൻ ദ ഫിഗർ. ഓക്കെ, എന്നിട്ട് ഗോസ് തിയറം ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ ഇൻറ്റു 2πrl ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു, ഇതിനകത്തുള്ള ടോട്ടൽ ചാർജാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എൽ ഇൻറ്റു ലാംഡ എന്ന് എഴുതുന്നു. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2 ലാംഡ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതുന്നു. ഓക്കെ, ഇത്രയും ആയപ്പോഴത്തേക്കും നമുക്ക് മിക്കവാറും 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പായി. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ആപ്ലിക്കേഷൻ ചാർജ്ഡ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഷീറ്റ് വരയ്ക്കുന്നു. ചാർജ് കൊടുത്തിട്ടുണ്ട്. സിഗ്മ ആണ് ചാർജ് ഡെൻസിറ്റി. ഇനി ഇതാണ് പോയിൻ്റ്. ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തെ ഗോസിയൻ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇ, ഇങ്ങോട്ട് സർഫസ് ഏരിയ എസ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. ഇങ്ങോട്ട് ഫൈ ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പം കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി പറയുന്നതിന് തുല്യമായി. ശ്രദ്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ നമ്മളുടെ ഗോസിയൻ സർഫസിനെ കുറിച്ച് പറയുന്നു. ഇമാജിൻ എ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് വിത്ത് ദ പോയിൻ്റ് ഓൺ വൺ സൈഡ് ഫേസ്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നു. ഇനി ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇ എസ്, ഇവിടുത്തെ ഇ എസും അവിടുത്തെ ഇ എസും കൂടെ. ദിസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു എസ് സിഗ്മ. സോ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഇത് ഈസി ആയിട്ട് തീർന്നല്ലേ? അപ്പോൾ കൃത്യമായ ആ സ്റ്റെപ്പുകൾ മാത്രം എഴുതി കംപ്ലീറ്റ് ചെയ്ത് മിനിമം സമയത്ത് മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ആദ്യം പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനും പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻ്റ് ചാർജും. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ: ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ്
പ്ലസ് 1 കുളോം ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ്. ഇനി പോയിൻ്റ് ചാർജിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ചാർജ് Q, അതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അവിടെ പ്ലസ് 1 കുളോം ചാർജിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R² എന്ന്. ഇനി ഒരു ചാർജിന് കൊണ്ടുവരാൻ ആവശ്യമായ ചെറിയ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു dr ആയിരിക്കും. സോ ദിസ് ഇൻറ്റു dr. ഇനി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു r dw ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഡീറ്റെയിൽസ് എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയും എഴുതിയാൽ മതി. +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പാരലൽ പ്ലേറ്റ് വരച്ചു, അതിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ഉള്ളത്. E ഈസ് ഈക്വൽ ടു σ/ε0. ഇവ തമ്മിലുള്ള അകലം D ആണ്, പ്ലേറ്റിൻ്റെ ഏരിയ A ആണ്. ഓക്കെ, ഇനി കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു Q/V. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ Q എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു A ആയിരിക്കും, ഡിവൈഡഡ് ബൈ V എന്ന് പറയുന്നത് E ഇൻറ്റു D ആയിരിക്കും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ ഇൻറ്റു A ഡിവൈഡഡ് ബൈ E σ/ε0 ഇൻറ്റു D. സോ ദിസ് ഈസ് ഈക്വൽ ടു ε0 A ഡിവൈഡഡ് ബൈ D. ഇത് എയറിലാവുമ്പോഴാണ്. ഒരു മീഡിയത്തിൽ ആണെങ്കിൽ സി മീഡിയം ഈസ് ഈക്വൽ ടു K ε0 A ഡിവൈഡഡ് ബൈ D. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലങ്ങളും ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. A ഏരിയ ആണെന്നും D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷീറ്റ്സ് ആണെന്നും ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം ചോദിച്ചാൽ നേരെ അറ്റ്ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷനാണ്. ശ്രദ്ധിക്കുക, 3 കപ്പാസിറ്റർ നമ്മൾ കൊടുക്കുന്നു, അത് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു. ഇത് ഒരു സിംഗിൾ കപ്പാസിറ്റർ പോലെ പ്രവർത്തിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് C1, ഇത് C2, ഇത് C3. ഇപ്പം എല്ലാത്തിലും ഒരേ ചാർജ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് QV1, QV2, QV3 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എഴുതേണ്ടത് ദിസ് ഈസ് എ സെയിം Q ഡിഫറെൻറ്റ് V കോമ്പിനേഷൻ എന്ന് എഴുതണം. സോ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഓരോ V നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/CS. ഇതാണ് CS. 1/CS ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇത് സീരീസ് കോമ്പിനേഷൻ. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്റർ, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, മൂന്നും കൂടെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. അതിനെ എടുത്തിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇത് ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യുന്നു. CP. അപ്പോൾ ഇത് C1, C2, C3. വോൾട്ടേജ് സെയിം ആണ്, ചാർജ് ഡിഫറെൻ്റ് ആണ്. സോ Q1, Q2, Q3. സോ ദിസ് ഈസ് എ സെയിം V ഡിഫറെൻ്റ് Q കോമ്പിനേഷൻ എന്ന് എഴുതുന്നു. എന്നിട്ട് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. CP ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതുന്നു. ഇനി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതായത് നമ്മൾ കപ്പാസിറ്ററിനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോണുകളെ ബാറ്ററി ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വർക്ക് ഡൺ ഇൻ ട്രാൻസ്ഫറിങ് ചാർജസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് എനർജി.
അപ്പോൾ വർക്ക് ഡൺ dW is equal to VdQ എന്ന് എഴുതുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ടോട്ടൽ ചാർജ് എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു dW is equal to VdQ എന്ന് എഴുതുന്നു. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ എഴുതുക. ഹാഫ് CV² ഇസ് ഈക്വൽ ടു ഹാഫ് QV ഇസ് ഈക്വൽ ടു ഹാഫ് Q²/C എന്ന് എഴുതുന്നു. ഏത് ഇക്വേഷനെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഇക്വേഷൻ എഴുതിയാൽ മതി. ഞാൻ മുന്നേ മൂന്നും പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. ഇത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഓംസ് ലോ വെച്ചിട്ടാണ്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വയർ. അതിൻ്റെ കൂടെ ഈ വയറിൻ്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാം. 4 കാര്യങ്ങളുണ്ട്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ വയർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. V ഈസ് ഈക്വൽ ടു RI വിത്ത് R ഈസ് ഈക്വൽ ടു ρl/A വിത്ത് ρ ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ N². ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കടയിൽ നിന്ന് റെസിസ്റ്റൻസ് വാങ്ങുന്ന റെസിസ്റ്റൻസിൻ്റെ കളർ കോഡ് നിങ്ങൾ ഒരിക്കലും ഓർത്തിരിക്കണം. നമ്മളതിവിടെ വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങളുടെ ക്ലാസ് ടേബിൾ നിങ്ങൾ കൊണ്ടുപോവുക. ദി ഫസ്റ്റ് കളർ ഈസ് ഫോർ ദ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് കളർ ഈസ് ഫോർ ദ സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് കളറായി വരുന്നത് 10ൻ്റെ പവർ ആയിരിക്കും, ഫോർത്ത് കളറ് ടോളറൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടേബിളിലുള്ള ആ കാര്യം പഠിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഇനി റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷനാണ്. കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ R1 R2 R3. ഇവിടെ സെയിം കറണ്ടാണ് I. ഓക്കെ, ഇവിടെ V1 V2 V3. okay, so this is a same I different V combination. എന്നിട്ട് V is equal to V1 plus V2 plus V3. ഇത് this gives an equivalent combination എന്ന് എഴുതുന്നത് നല്ലതാണ്. so this is RS. so RS is equal to R1 plus R2 plus R3 എന്ന് എഴുതുന്നു. ഇനി റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് 2 3 വരയ്ക്കുക, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. ഇത് ഒരു റെസിസ്റ്റൻസ് പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് RP ആയിരിക്കും. ഇത് R1 R2 R3 സെയിം വോൾട്ടേജ് ആയിരിക്കും, ഡിഫറൻറ്റ് കറണ്ട് ആയിരിക്കും I3. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ താഴെ എഴുതേണ്ടത് എന്താണ്? പാരലൽ കോമ്പിനേഷൻ ഈസ് എ സെയിം വോൾട്ടേജ് ഡിഫറൻറ്റ് കറണ്ട് കോമ്പിനേഷൻ. സോ ആ ഡിഫറൻ്റ് ആയ കാര്യത്തെയാണ് നമ്മൾ സമ്മിലൂടെ എപ്പോഴും കണ്ടുപിടിക്കുന്നതെന്ന് ഓർക്കണം. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1/RP is equal to 1/R1 plus 1/R2 plus 1/R3. ഫിനിഷ്ഡ്. ഇനി കിർച്ചോഫ് റൂൾസ് ആണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ദി ആൾജിബ്രൈക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. സോ സിഗ്മ I ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതിയാലും മതി. അറ്റ് എ ജംഗ്ഷൻ സിഗ്മ I ഈസ് ഈക്വൽ ടു 0. അത് ഇറ്റ്സ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇനി രണ്ടാമത്തേത് സിഗ്മ I ഇൻറ്റു R ഈസ് ഈക്വൽ ടു സിഗ്മ E എന്നുള്ളതാണ്. ദി ആൾജിബ്രൈക് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ലൂപ്പ് ഈസ് ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ദ EMF. ഇത് ഇറ്റ്സ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും ഓർത്തിരിക്കണം. ഇനി നമ്മളുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് വരയ്ക്കുന്നു. PQRS
സെല്ല് വരച്ച് കാണിക്കുന്നു. ഇവിടെ ഗാൽവനോമീറ്റർ കാണിക്കുന്നു. ഇവിടുന്ന് കറണ്ട് പോകുന്നു. ഇത് I1 എന്ന കറണ്ട്, ഇത് I2 എന്ന കറണ്ട്, ഇത് I3, ഇത് IG, ഇത് I4. ഓക്കെ. ഇനി നമ്മൾ ജംഗ്ഷൻസിനെ പേര് കൊടുക്കുന്നു ABCD എന്ന്. ഇനി നമ്മൾ കിർഷോഫ് റൂൾസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ I1 ഇൻറ്റു P പ്ലസ് IG ഇൻറ്റു G മൈനസ് I2 ഇൻറ്റു R ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഇനി I3 ഇൻറ്റു Q മൈനസ് I4 ഇൻറ്റു S മൈനസ് IG ഇൻറ്റു G ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്ത് എഴുതേണ്ടത് വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് IG ഈസ് ഈക്വൽ ടു 0. Rewriting these two equations and dividing, we will get P by Q is equal to R by S. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഓർത്തിരിക്കണം. ഞാൻ അടുത്തത് മീറ്റർ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജ് ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു കണ്ടക്റ്റിംഗ് സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, ഇങ്ങനെ ഒരു സ്ട്രിപ്പ്, ഇവിടുന്ന് 1 മീറ്റർ നീളമുള്ള വയറ്, ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു, ഇവിടെ മെഷർ ചെയ്യേണ്ട റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു, ഇവിടുന്ന് നമ്മളൊരു ഗാൽവനോമീറ്ററിലേക്ക് കൊടുത്തിട്ട് ജോക്കിയിലേക്ക് കൊടുക്കുന്നു, വയറിനെ നമ്മൾ AB എന്നെടുക്കുന്നു. ഇതാണ് ബാലൻസിങ് ലെങ്ത്. റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തുള്ളതാണ് നമ്മളുടെ ബാലൻസിങ് ലെങ്ത്. ഓക്കെ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് X/L ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 100 മൈനസ് L എന്നാണ്. അപ്പോൾ X ഇസ് ഈക്വൽ ടു RL ഡിവൈഡഡ് ബൈ 100 മൈനസ് L എന്ന് എഴുതുന്നു. സിമ്പിൾ അല്ലേ അത്? ഇനി ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സെല്ലിൻ്റെ EMFും ടെർമിനൽ PD. അത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. EMF ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ വെൻ നോ കറണ്ട് ഈസ് ടേക്കൺ. Terminal PD is the potential difference between the terminals of the cell when current is taken. ഇനി ടെർമിനൽ PD യുടെ ഇക്വേഷനും ഓർത്തിരിക്കണം. ടെർമിനൽ PD is equal to ER ഡിവൈഡഡ് ബൈ R പ്ലസ് R എന്ന കാര്യവും ഓർത്തിരിക്കണം. ഇനി അടുത്തത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കമ്പാരിസൺ ഓഫ് EMF. ഇത് പൊട്ടൻഷ്യോമീറ്റർ വയറാണ്. നമ്മൾ അതിനകത്തേക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ പ്രൈമറി സെല്ല് കണക്ട് ചെയ്യുന്നു EP. ഇനി നമ്മൾ അവിടേക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കേണ്ട സെല്ല് ഗാൽവനോമീറ്റർ വഴി കൊടുക്കുന്നു. ഇത് ജോക്കിയാണ്, ഇത് A, ഇത് B. ഈ നീളമാണ് ബാലൻസിങ് ലെങ്ത്. ഇത് സെക്കൻഡറി EMF ആണ്. അപ്പം ഇത് ഇത്രയും വരച്ചിട്ട് കമ്പാരിസനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡറി EMF ഈസ് പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് എന്ന് എഴുതണം. സോ E1 ഈസ് പ്രപ്പോർഷണൽ ടു L1, E2 പ്രപ്പോർഷണൽ ടു L2. സോ E1 ബൈ E2 ഈസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ L2. സിമ്പിളായിട്ട് 3, 4, 5 മാർക്ക് വാങ്ങുക. ഇനി പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണുന്നതാണ്. നേരത്തെ വരച്ച അതേ പൊട്ടൻഷ്യോമീറ്റർ വരയ്ക്കുന്നു. AB. നമ്മൾ പ്രൈമറി വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടേക്ക് സെല്ല്, ഗാൽവനോമീറ്റർ, ജോക്കി. ഇത് നേരത്തെ വരച്ച അതേ പടം തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കീയും കാണിക്കുന്നു. ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കീക്ക് K എന്ന പേര് കൊടുക്കുന്നു. വെൻ കീ ഈസ് ഓപ്പൺ EMF ഈസ് അപ്ലൈഡ് ഹിയർ. അപ്പോൾ നമ്മൾ എഴുതുന്നു E പ്രപ്പോർഷണൽ ടു L1. വെൻ കീ ഈസ് ക്ലോസ്ഡ് ടെർമിനൽ PD ഈസ് അപ്ലൈഡ് ഹിയർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടെർമിനൽ PD യുടെ ഇക്വേഷൻ എഴുതുന്നു ER ഡിവൈഡഡ് ബൈ R പ്ലസ് R ഈസ് പ്രപ്പോർഷണൽ ടു L2. ഇനി നമ്മൾ ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി. സ്മോൾ
simplifying we get R is equal to R into L2 minus R into L1 minus L2 divided by L2. ഇങ്ങനെ ആ ഇക്വേഷൻ എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. F is equal to Q into V cross B is equal to QVB sin theta. ഈ ഇക്വേഷൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് ഈ വിയും ബിയും പാരലൽ ആണെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും, പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ഈ കാര്യങ്ങളും ഓർത്തിരിക്കണം. ഇനി അടുത്തത് ബയോ സവാർട്ട്സ് ലോ ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ ഒരു എലമെൻ്റൽ ലെങ്ത് കൊണ്ട് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടുള്ള ദൂരം r ആണെങ്കിൽ I ആണ് കറണ്ട് എങ്കിൽ dB is equal to mu 0 by 4 pi into I dl sin theta divided by r square. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ എഴുതിയാലും മതി, പടം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് ലോയുടെ മാർക്ക് കിട്ടേണ്ടതാണ്. ആൻഡ് ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നും കൂടെ എഴുതിയാൽ കംപ്ലീറ്റ് ആയി. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലാർ ലൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ സർക്കുലാർ ലൂപ്പ് നമ്മൾ വരയ്ക്കുന്നു, റേഡിയസ് r ആയിട്ട് കാണിക്കുന്നു. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ആ പോയിന്റിലേക്കുള്ള ദൂരം r ആണ്. ഇങ്ങനെയുള്ള ഈ ദൂരം x ആയിട്ട് എടുക്കുന്നു. ഇത് ഒരു കഷ്ണമാണ് dl, ഇത് അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായ dl ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ dl കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും dB. ഇത് ആംഗിൾ തീറ്റ, ഇതും ആംഗിൾ തീറ്റ. dB is equal to mu 0 by 4 pi into I dl divided by x square എന്ന് എഴുതുന്നു. താഴെ എഴുതുക as theta is equal to 90 degrees എന്ന്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇങ്ങോട്ട്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇങ്ങോട്ട്, അതേപോലെ തന്നെ അടുത്ത dB ഇങ്ങോട്ട്, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇങ്ങോട്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അങ്ങോട്ട്. അപ്പോൾ പടത്തിൽ നമ്മളിവിടെ എഴുതുന്നു 2dB cos തീറ്റ എന്ന് എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് ദെയർ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് അപ്പ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ആൻഡ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B net is equal to 2 into dB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, mu 0 by 4 pi into I dl divided by x square into cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, r by x എന്നാണ് അത്, into ഇനി എത്ര 2dlകൾ ഉണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇറ്റ് ഈസ് 2 pi r divided by 2dl. ദിസ് ഈസ് ഈക്വൽ ടു, ഇനിയുള്ള ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. ദാറ്റ് ഈസ് mu 0 by 4 pi into 2 pi I r square divided by r square plus x square all raised to 3/2. ആ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇനി ഈ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എല്ലാ കേസിലും അറിയാമായിരിക്കണം. ഫൈനൽ ഇക്വേഷനാണ് മാർക്കുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി അടുത്തത് ബി സെൻറ്റർ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ബി സെൻറ്റർ ആണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കണം, mu 0 I divided by 2r. ഇത് പരീക്ഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറമാണ്, അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് dl is equal to mu 0 ടൈംസ് I എന്ന ഇക്വേഷൻ എഴുതുന്നു. ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോളിനോയിഡാണ്. അപ്പം നമ്മൾ സോളിനോയിഡിൻ്റെ കാര്യം വരയ്ക്കുന്നു.
ഒരു സോളിനോയിഡ് വരച്ച് കാണിക്കുന്നത് നല്ലതാണ്. സോളിനോയിഡ് നമ്പർ ഓഫ് ടേൺസ് n ആണ്, ലെങ്ത് L ആണ് എന്ന് എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണിക്കുന്നു. ക്രോസ് സെക്ഷൻ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ഒരു ആംബീരിയൻ ലൂപ്പ് കാണിക്കുക. അതിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് നമ്മൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മളൊരു ലൈൻ പഠിച്ചിട്ടുണ്ട്. ദർ ഇസ് എ വൺ ലൈനർ, അത് എഴുതണം. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ഈസ് വീക്ക് ഔട്ട്സൈഡ്, സീറോ നിയർ ദ വൈൻഡിങ്സ് ആൻഡ് സ്ട്രോങ് എലോങ് ദ എക്സിസ് അക്കോർഡിംഗ് ടു ദ റൈറ്റ് ഹാൻഡ് റൂൾ എന്നാണല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ എഴുതുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ABCD എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് എഴുതിയിട്ടാണ് എഴുതേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു ഫ്രം A to B, B.AB പ്ലസ് ഫ്രം B to C, B.BC പ്ലസ് C to D, B.CD പ്ലസ് D to A, B.DA എന്നെഴുതുന്നു. ഇതെല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് B.L, ഇതിൻ്റെ നീളം നമ്മൾ എല്ലായിട്ട് എടുത്തിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു μ0 ടൈംസ് L ഇൻറ്റു N ഇൻറ്റു I എന്നാണ് എഴുതുക. സോ ഇറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു μ0 NI എന്ന് എഴുതുന്നു. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ടൊറോയിഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ടൊറോയിഡും ഇതേ രീതിയിൽ തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, ഒരു ടൊറോയിഡ് ഇതിന് പകരം വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. അടുത്ത ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതെന്താണേലും പഠിച്ചിരിക്കുക. അത് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് ആണ്. അത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പം ഡെക്ലിനേഷൻ ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രാഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. പിന്നെ ഡിപ്പ് ആംഗിൾ അറ്റ് എ പ്ലേസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. പിന്നെ ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ നിങ്ങളിത് 3 കാണാതെ പഠിക്കുക. ഇനി ആ ചാപ്റ്ററിൽ നിന്ന് ഒരു സാധ്യതയുള്ള ചോദ്യം μr psi റിലേഷനാണ്. സോ μr ഈസ് ഈക്വൽ ടു 1 + psi. അത് വെറുതെ ഓർത്തിരിക്കുകയും ചെയ്യാം. ഇനി അടുത്ത ചാപ്റ്ററിൽ ഫാരഡേയ്സ് ലോ എന്താണേലും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ്. ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. V induced is equal to d phi by dt എന്ന് എഴുതുന്നു. ഇനി ലെൻസസ് ലോ, നെഗറ്റീവ് ചിഹ്നം തരുന്നത് ലെൻസസ് ലോ ആണ്. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് സോ ആസ് ടു ഒപ്പോസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇനി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ 2 എക്സാമ്പിൾസ് ആണ് നമുക്കുള്ളത്. ഒന്ന് എഡ്ഡി കറണ്ടാണ്. എഡ്ഡി കറണ്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഓൺ ബൾക്ക് കണ്ടക്ടേഴ്സ് കെപ്റ്റ് ഇൻ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ അതിൻ്റെ യൂസസ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. യൂസസ് എന്തൊക്കെയാണ്? ഒരു 3 യൂസ് എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിംഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ ഫർണസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പവർ മീറ്റേഴ്സ് എക്സെട്ര. ഇനി അടുത്തത് മോഷണൽ EMF ആണ്. മോഷണൽ EMF ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഓൺ എ കണ്ടക്ടർ മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത്രയും സ്ഥലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുക. ഇത് അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെയുള്ള അതിൻ്റെ നീളം L ആണെന്നിരിക്കട്ടെ. അപ്പോൾ കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്യൂ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് ഇവിടെ ചാർജസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ നമ്മൾ എഴുതുന്നില്ല, കാരണം അല്ലെങ്കിൽ അതും കൂടെ എഴുതിയേക്കാം, സൈൻ തീറ്റ. ഇനി ചാർജ് മൂവ് ഇപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? ഡ്യൂ ടു when the conductor moves due to magnetic Lorentz force charge is displaced. അപ്പോൾ അതിനുള്ള വർക്കാണ് നമുക്ക് എഴുതേണ്ടത്. സോ വർക്ക് W is equal to QVB into L and V induced is equal to
വർക്ക് ഡൺ ഫോർ യൂണിറ്റ് ചാർജ് ആണല്ലോ, വി ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു BLV. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് AC ജനറേറ്ററാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. AC ജനറേറ്റർ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുക. നോർത്ത് സൗത്ത് ഇങ്ങോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, എന്നിട്ട് കോയിൽ കാണിക്കുക. ഇവിടെയാണ് നമുക്ക് വി ഇൻഡ്യൂസ്ഡ് കിട്ടുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഫൈ ഈസ് ഈക്വൽ ടു BAN കോസ് ഒമേഗ ടി എന്ന് കാണിക്കുക. ഇത് കറങ്ങുന്ന സമയത്താണ്, വെൻ ഇറ്റ് ഈസ് മൂവിങ്. ഓക്കെ. ആൻഡ് വി ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു dφ/dx ആണ്. dφ/dt ഈസ് ഈക്വൽ ടു BAN ഒമേഗ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന് കാണിക്കാം. ഇപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന AC-യുടെ ഫ്രീക്വൻസി ഓർത്തിരിക്കണം. 50 ഹെർട്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പടം വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്കതിനകത്ത് ആവശ്യമുള്ളൂ. അടുത്തത് AC ഉൾക്കൊള്ളുന്ന സർക്യൂട്ടുകളുടെ അനാലിസിസ് ആണ്. ആദ്യം R ഓൺലി സർക്യൂട്ട്. അപ്പോൾ നമ്മളൊരു പടം വരയ്ക്കുന്നു. പടം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കാണിക്കുന്നു. ഇവിടെ V ഈസ് ഈക്വൽ ടു RI എന്ന് എഴുതുന്നു. ഇത് V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന് കാണിക്കുന്നു. സർക്യൂട്ടിലെ കറണ്ടും കാണിക്കുന്നു. ഓക്കെ. ഇനി അപ്ലൈയിങ് കിർച്ചോഫ് റൂൾ, RI ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന് കാണിക്കുന്നു. സോ I ഈസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി വിത്ത് IM ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ R എന്ന് കാണിക്കുന്നു. ഇനി ആവറേജ് പവർ ഈസ് ഈക്വൽ ടു IRMS സ്ക്വയർ ഇൻറ്റു R. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മളുടെ ഇൻഡക്ടറാണ്. ഇൻഡക്ടറിനെ നമ്മളിവിടെ ഇൻഡക്ടറിനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് LdI/dt ആയിരിക്കും എന്ന് അതിൽ കാണിക്കുന്നു. ഇനി അപ്ലൈയിങ് കിർച്ചോഫ് റൂൾ, വി ഗെറ്റ് LdI/dt ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന് എഴുതുന്നു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് റീഅറേഞ്ചിങ്, വി ഗെറ്റ് I ഈസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി മൈനസ് π/2. This is the final equation with IM is equal to VM divided by L omega. ഇവിടെ കറണ്ട് സർക്യൂട്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യുകയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അവിടെയുള്ളത് പവർ ആവറേജ് ഇസ് ഈക്വൽ ടു 0 എന്ന കാര്യമാണ്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് പവർ ചോദിച്ചാൽ ഈ വിയും ഈ ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് VI എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇനി കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു Q/C ആയിരിക്കും. അപ്പോൾ അപ്ലൈയിങ് കിർച്ചോഫ് റൂൾ, Q/C ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. ഇനി നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ്. ഡിഫറൻഷ്യേറ്റിംഗ്, വി ഗെറ്റ് കറണ്ട് I ഈസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന കാര്യം ഓർത്തിരിക്കണം. വേർ IM എന്ന് പറയുന്നത് VM ഡിവൈഡഡ് ബൈ 1/C ഒമേഗയാണ്. അവിടെയാണ് നമ്മളുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന കാര്യമുള്ളത്. ആൻഡ് ആവറേജ് പവർ ഇസ് ഈക്വൽ ടു 0 എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അതിനകത്ത് നമുക്കുള്ളത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഓക്കെ. പിന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. N2/N1 ഈസ് ഈക്വൽ ടു V2/V1 ഈസ് ഈക്വൽ ടു I1 ഡിവൈഡഡ് ബൈ I2 ആണ്. ഇത് ഓർത്തിരിക്കണം.
ഇനി ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് ട്രാൻസ്ഫോമറിലുണ്ടാകുന്ന 4 ലോസസ് ആണ്. ഒന്ന് ഫ്ലക്സ് ലീക്കേജ് ആണ്. ദിസ് വി റെഡ്യൂസ് ബൈ വൈൻഡിങ് ദ സെക്കൻഡറി ഓവർ ദ പ്രൈമറി. ദ സെക്കൻഡ് ഈസ് ജൂൾ ഹീറ്റിംഗ് which is reduced by using thick wires. The third is hysteresis loss, which is reduced by using materials with low hysteresis loss. And the fourth is eddy current loss, which is reduced by using laminated cores. ഇനി അടുത്തത് നമ്മളുടെ ഒരു ചെറിയ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന കാര്യം നിങ്ങൾ പഠിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ ID is equal to epsilon 0 times d phi by dt. D ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആംബിയേഴ്സ് തിയറം ഇങ്ങനെ മാറ്റി എഴുതാം. B ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് I പ്ലസ് ഐ ഡി എന്ന് ഓർത്തിരിക്കുക. നേരത്തെ ഐയുടെ കൂടെ ഇപ്പോൾ ഐ ഡിയും കൂടെ കൂട്ടി. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതിൻ്റെ സ്പെക്ട്രം ഇൻക്രീസിങ് ഓർഡർ ഡിക്രീസിങ് ഓർഡർ ഒക്കെ എഴുതാനായിട്ട് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അത് ക്ലാസ് ടേബിളിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്ലാസ് ടേബിൾ കയ്യിൽ കരുതുക, അത് നന്നായിരിക്കും. ഇനി അടുത്തത് റേ ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിസം. അപ്പോൾ പ്രിസം നമ്മൾ വരയ്ക്കുന്നു, പ്രകാശം വീഴുന്നു, നോർമൽ വരയ്ക്കുന്നു. ഇങ്ങനെ പോവേണ്ടിയിരുന്ന പ്രകാശമാണ് അടുത്ത ഫേസിലേക്ക് വീഴുന്നു, അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് ഡീവിയേഷൻ ആംഗിൾ. ഇങ്ങനെ വരയ്ക്കുന്നു. 2 നോർമലുകളും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം എന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1, ഇത് R1, ഇത് I2, ഇത് R2. പടം വൃത്തിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് ആംഗിൾ ഓഫ് ദ പ്രിസം എ എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു എ, അത് എഴുതണം. അതേപോലെ ഡീവിയേഷൻ D ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ എന്ന് എഴുതുക. ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ വി ഡ്രോ ദി ID കർവ് ലൈക്ക് ദിസ്. അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ ക്യാപിറ്റൽ D ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് വെൻ I1 ഇസ് ഈക്വൽ ടു I2, R1 ഇസ് ഈക്വൽ ടു R2 ആൻഡ് D ഇസ് ഈക്വൽ ടു സ്മോൾ d. അപ്പോൾ നമുക്ക് കിട്ടുന്നത് N ഇസ് ഈക്വൽ ടു sin I ബൈ sin R ഇസ് ഈക്വൽ ടു sin A പ്ലസ് D/2 ഡിവൈഡഡ് ബൈ സൈൻ A/2. ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയാൽ മതി. നമ്മളൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിസം റിഫ്രാക്ഷൻ ഓൺ എ സ്ട്രെയിറ്റ് എഡ്ജ് ആണെങ്കിൽ ലെൻസിൽ സംഭവിക്കുന്ന റിഫ്രാക്ഷൻ ഓൺ എ കർവ്ഡ് എഡ്ജാണ്. അപ്പോൾ നമ്മൾ അത് ഒരു വലിയ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് സെൻറ്റർ, ഒരു ഒബ്ജക്റ്റ് വയ്ക്കുന്നു, പ്രകാശം അവിടെ വന്ന് വീഴുന്നു, അവിടുന്ന് ഇത് നോർമൽ, അവിടുന്ന് ഇങ്ങനെ പോവേണ്ട പ്രകാശം ഇവിടേക്ക് വീഴുന്നു. പ്രകാശത്തിൻ്റെ പാത്ത് ഞാൻ കാണിച്ചിരിക്കുന്നു. ഇത് ഇമേജാണ്, ഇത് ഒബ്ജക്റ്റാണ്, ഇത് യു ആണ്, ഇത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്, ഇത് ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. ഓക്കെ, ഇത് N1-ൽ നിന്ന് N2-ലേക്കുള്ള ഒരു റിഫ്രാക്ഷനാണ്. ഇനി നമ്മൾ എഴുതുന്നത് ശ്രദ്ധിക്കുക. സൈൻ I ബൈ സൈൻ R ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇഫ് I and R are small, you can write it as I divided by R. So N1 into I is equal to N2 into R. So N1 into I എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്, ഇത് ആണ് R. അപ്പോൾ I എന്ന് പറയുന്നത് ഇതും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. 1/R പ്ലസ് 1/U ഈസ് ഈക്വൽ ടു, ഇത് ഈ ആംഗിൾ ഞാൻ കണ്ടുപിടിച്ചത് ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഇത് എന്നാണ്. അപ്പോൾ ഈ സൈഡ് രണ്ടിടത്തും കോമൺ ആയി വരും, 2 സൈഡിലും കോമൺ ആയി വരും. അപ്പോൾ അത് ക്യാൻസലായി പോകുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇൻറ്റു N2 ഇൻറ്റു ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതും കൂടെ കൂട്ടുന്നതാണ്. അപ്പം ഞാൻ R കണ്ടുപിടിക്കുന്നത് 1/,
1/r മൈനസ് 1/v എന്നാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണാതെ ഓർത്തിരിക്കണം. n2/v മൈനസ് n1/u ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം റീഅറേഞ്ചിങ് ആൻഡ് അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് എഴുതുക. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെൻസ് വരയ്ക്കുന്നു. ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കുന്നു. പ്രകാശം അതിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പോവേണ്ടിയിരുന്ന ഒന്നാമത്തെ റിഫ്രാക്ഷൻ, പക്ഷേ രണ്ടാമത്തെ റിഫ്രാക്ഷന് ശേഷം ഇവിടേക്ക് പ്രകാശം വീഴുന്നു. അപ്പോൾ ഇത് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. ഇത് ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജാണ്. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് റിഫ്രാക്ഷൻ ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെക്കൻഡ് റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് u ആണ്, ഇത് v1 ആണ് ഒന്നാമത്തെ റിഫ്രാക്ഷൻ്റെ. ഇത് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ u2വുമാണ്. ഇനി ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഫൈനൽ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ എഴുതുന്നത് നോക്കുക. n2/v മൈനസ് n1/u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1/r എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അത് ഇവിടേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ഇത് v1 എന്ന് കൊടുക്കുന്നു, ഇത് r1 എന്നും കൊടുക്കുന്നു. ഇനി അടുത്തത് ഇത് ശരിക്കും n1ൽ നിന്ന് n2യിലേക്കും വീണ്ടും n1ലേക്കുള്ള റിഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ റിഫ്രാക്ഷനിൽ എല്ലാം n1ന് പകരം n2, n2ന് പകരം n1ഉം എഴുതണം. സോ n1 ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് അവിടെ v ആണ്, മൈനസ് n2 അവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u2 ആണ്, അത് v1 ആണ്. ഈസ് ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ r2 എന്ന് എഴുതുന്നു. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഞാൻ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം എഴുതുന്നു. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഓക്കെ. ഇനി ഇതിനകത്ത് ഒരു v ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയുക 1/f ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ സ്റ്റെപ്പുകൾ എഴുതിയാൽ മതി. ഇനി ഡിസ്റ്റൻസ് ഫോർമുലയാണ് ചോദിക്കുന്നത് എങ്കിൽ കമ്പയറിംഗ് ദി ലെഫ്റ്റ് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ we will get 1/f is equal to 1/v minus 1/u. ഓർക്കണേ, ഇത് ലെൻസിലാണ് ഇക്വേഷൻ. ഇങ്ങനെ മിറർ ആണെങ്കിൽ ആ മിററിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല വെറുതെ ഓർത്തിരിക്കുക. ഇത് പ്ലസ് ആണ് വരേണ്ടത്. ഓക്കെ. ഇനി ലെൻസുകളുടെ കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ലെൻസ്, രണ്ടാമത്തെ ലെൻസ്, കോമൺ പ്രിൻസിപ്പൽ ആക്സിസ്, ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് വരുന്നു. ഒന്നാമത്തെ ലെൻസിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ആയിരുന്നു ഇമേജ് ഉണ്ടാവേണ്ടിയിരുന്നത് I1, എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഇമേജ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇത് ഒന്നാമത്തെ ഇമേജിലേക്കുള്ള ദൂരമാണ്, ഉണ്ടാകുമായിരുന്ന ഇമേജ്. അത് തന്നെയാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, രണ്ടാമത്തേത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഇമേജ്. അപ്പോൾ നിങ്ങൾ എഴുതണം ദ ഇമേജ് ഓഫ് ദി ഫസ്റ്റ് റിഫ്രാക്ഷൻ ഓർ ദ ഫസ്റ്റ് ലെൻസ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി സെക്കൻഡ് ലെൻസ് എന്ന്. അപ്പോൾ ഒന്നാമത്തെ ലെൻസിനെ സംബന്ധിച്ച് 1/f1, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് f1ഉം ഇതിൻ്റേത് f2ഉമാണെങ്കിൽ 1/f1 is equal to 1/v1
മൈനസ് 1/u. ഇനി രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ച് 1/f2 ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/v1. ഒക്കെ u2 ആണ് വരേണ്ടത്, അത് v1 ആണല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1/f1 പ്ലസ് 1/f2 ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/f എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറയുന്ന ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പവർ ഓഫ് ദി കോമ്പിനേഷൻ P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഇനി മാഗ്നിഫിക്കേഷനാണ് ചോദിക്കുന്നതെങ്കിൽ M ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു M2 എക്സെട്ര. ഇവിടെ എക്സെട്ര വരാം. ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തത് ഹൈജൻസ് പ്രിൻസിപ്പിളാണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്, എവരി പോയിൻ്റ് ഓൺ എ വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്സ്. അപ്പോൾ നമ്മൾ ഹൈജൻസ് ഇക്വേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് വിശദീകരിക്കുക? ഇവിടെ നിന്ന് ഇത് ഒരു t സമയം കൊണ്ട് പ്രകാശം ഇവിടെ എത്തിയിട്ടുണ്ടാകും. സോ ഇറ്റ് ഈസ് c ഇൻറ്റു t. ഇനി ഓരോ പോയിൻറ്റിൽ നിന്നും, ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിൻറ്റിൽ നിന്നും ഇതേപോലെ വേവ് ഫ്രണ്ട് വരയ്ക്കണം. ഓക്കെ, ഇതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. ഇത് ഡെൽറ്റ ടി ഇൻറ്റു സി, അല്ലെ c ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് വേവ് ഫ്രണ്ട് അറ്റ് ടി പ്ലസ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിളിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ N1 എന്ന N2 എന്ന മീഡിയത്തിലേക്ക് പോകുന്നു. വെലോസിറ്റി V1ൽ നിന്നും V2യിലേക്ക് പോകുന്നു. ഓക്കെ, റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ പ്രകാശം വന്ന് വീഴുന്നു, നോർമൽ വരയ്ക്കുന്നു. ഇത് ആണ് I, ഇതും I ആണ്. അവിടുന്ന് ഇങ്ങനെ പോവേണ്ട പ്രകാശം ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടാണ്. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടാണ്. ഇത് I ആണെങ്കിൽ ഇത് 90 മൈനസ് I ആണ്, അപ്പോൾ ഇതും I ആയിരിക്കും. ഇത് 6 ആണെങ്കിൽ ഇത് 90 മൈനസ് 6 ആണ്, അപ്പോൾ ഇതും 6 ആയിരിക്കും. അപ്പം ABCD എന്ന് എടുക്കുന്നു. ഇനി ഇവിടെ ഈ ദൂരം, ഈ ദൂരം നമ്മൾ V1 ഇൻറ്റു ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് V2 ഇൻറ്റു ടി ആയിട്ട് നമ്മൾ എടുക്കണം. സൈൻ I ബൈ സൈൻ R കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇവിടെ സൈൻ I എന്ന് പറഞ്ഞാൽ BC ഡിവൈഡഡ് ബൈ AC ആണ്. ഇവിടെ അത് AD ഡിവൈഡഡ് ബൈ AC ആണ്. ദിസ് ഈസ് ഈക്വൽ ടു BC ബൈ AD ആണ്. സോ ദാറ്റ് ഈസ് V1 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ V2 ഇൻറ്റു ടി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്കറിയാം സൈഡിൽ എഴുതുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് C ബൈ V ആണ്. അപ്പോൾ ഇത് N2 ബൈ N1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സ്നെൽസ് ലോയുടെ പ്രൂഫാണ് നൽകിയത്. ഇനി പ്രകാശം നിങ്ങളുടെ നേരെ വരികയാണെങ്കിൽ അതിലെ എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മളതിനെ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് പറയുക. റെസ്ട്രിക്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എ സിംഗിൾ പ്ലെയിൻ ഈസ് കോൾഡ് പോളറൈസേഷൻ. ആ പോളറൈസേഷൻ നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് പ്രകാശത്തെ വീഴിക്കുക. അപ്പോൾ അങ്ങനെ വീഴുന്ന പ്രകാശം കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയും ബാക്കി ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ വീഴുന്ന പ്രകാശം പോളറൈസിങ് ആംഗിൾ എന്നാണ് പറയുക. അങ്ങനെ വീഴുന്ന സമയത്ത് ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും ഈ പ്രകാശം. ആ ആംഗിളിനെ നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇനി ഈ ആംഗിളിൻ്റെ ടാൻജൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോയിലേക്കും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
കിട്ടുന്നത് ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ പി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ അതിനർത്ഥം എച്ച് പോളറൈസിങ് ആംഗിൾ, റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഐൻസ്റ്റൈൻസ് ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നോ എച്ച് ന്യൂ 0യ്ക്ക് പകരം 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്നോ പറയാം. അപ്പോൾ അതിനകത്ത് വർക്ക് ഫംഗ്ഷൻ, ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഇവയുടെ ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദി മെറ്റൽ സർഫസ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ റിക്വയർഡ് ഫോർ എ മെറ്റൽ ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നീൽസ് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ്, 3 പോസ്റ്റുലേറ്റ്സ് ആണ് പ്രധാനപ്പെട്ടത്, അത് ഓർത്തിരിക്കണം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്തായിരുന്നു? ഇലക്ട്രോൺസ് ഹാവ് സ്റ്റേബിൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. അതെന്തായിരുന്നു? ദി ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന കാര്യമാണ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്തായിരുന്നു? എങ്ങനെ റേഡിയേഷൻ നടക്കുന്നു എന്നതാണ്. എങ്ങനെയായിരുന്നു റേഡിയേഷൻ നടക്കുക? വെൻ എവർ എൻ ഇലക്ട്രോൺ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ higher energy level to a lower energy level, the energy is emitted according to the equation. എന്തായിരുന്നു equation? According to the equation, h nu is equal to E initial minus E final, and this is the Bohr frequency condition. അടുത്ത ചാപ്റ്ററിൽ നമുക്കുള്ളത് റേഡിയോ ആക്ടിവിറ്റിയാണ്. The activity or number of disintegrations in 1 second or rate of decay is directly proportional to dN by dt is directly proportional to the number of atom nuclei present at that time. So this is equal to minus lambda into n. You can start with this equation. Okay. ഇനി എങ്ങനെ നമ്മളിതിനെ നമ്പറുകൾ തമ്മിലുള്ള ഇക്വേഷനാക്കി മാറ്റുന്നത്? ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് n is equal to n0 e raised to minus lambda t. Okay. If t is equal to t half is equal to 0.69 divided by lambda. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്. അപ്പം നമ്മൾ ഇത് നമ്മളുടെ 3-pin പ്ലഗാണ് കാണിച്ചേക്കുന്നത്. ഇത് സെക്കൻഡറി, ഇത് ഔട്ട്പുട്ടാണ്. അവിടുന്ന് ഇതാണ് നമ്മളുടെ ഹാഫ് വേവ് റെക്ടിഫയർ. അതിൻ്റെ ഇൻപുട്ട് വേവ് ഫോം ഇങ്ങനെയായിരിക്കും, ടി വി. ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെയും ആയിരിക്കും. പൾസേറ്റിംഗ്, ഇൻ്റർമിറ്റൻ്റ് പൾസേറ്റിംഗ് ഡി സി ആണ്. ഓക്കെ. ഇത് പരീക്ഷയ്ക്ക് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഫുൾ വേവ് റെക്ടിഫയറാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇത് ഓർത്തിരിക്കണം. റെക്ടിഫയർ അപ്പം നമ്മളെങ്ങനെയാണ്, ഇത് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട്, അവിടുന്ന് ഔട്ട്പുട്ട് 2 ഡയോഡ് കാണിക്കണം. ഓക്കെ. ഇത് ഡയോഡ് 1, ഇത് ഡയോഡ് 2. ഇത് രണ്ടും കൂടെ എടുക്കുന്ന ആ പോയിന്റിലേക്ക് ലോഡ് റെസിസ്റ്റൻസ് RL കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്ത് അതിനകത്തേക്ക് കാണിക്കുക. ഇനി ഇൻപുട്ട് വേവ് ഫോം ഇങ്ങനെയായിരിക്കും, വി ടി. ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ടി വി ഇങ്ങനെയായിരിക്കും. ഓക്കെ. പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ഹാഫ് വേവ് ആണെങ്കിലും ഫുൾ വേവ് ആണെങ്കിലും ഓർത്തിരിക്കണം. പ്രിൻസിപ്പിൾ എന്താണ്? 2 റെക്ടിഫയറിൻ്റെ വെൻ എവർ എ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ഇറ്റ് കണ്ടക്ട്സ് കറണ്ട്, ആൻഡ് വെൻ എവർ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ഇറ്റ് വോണ്ട് കണ്ടക്ട് കറണ്ട്. അപ്പോൾ ഇവിടെ ഇത് D1, ഇത് D2, ഇത് D1 അങ്ങനെ വരുന്നതാണ്. ഇനി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് D1 ആണ്, ഇതിനെ കൈകാര്യം ചെയ്യുന്നത് D2 ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അവിടെ നമുക്ക് ഗേറ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഉദാഹരണത്തിന് നമ്മളുടെ ആദ്യത്തെ ഗേറ്റ് ആൻഡ് ഗേറ്റാണ്.
ആൻഡ് ഗേറ്റ് എ ബി, ഇവിടെ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി ആണ്. അതിൻ്റെ ട്രുത്ത് ടേബിള് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെ രണ്ട് ഇൻപുട്ടുണ്ട്, എയും ബിയും. y ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി. ഇനി ഇവിടെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? 0 0 1 1 0 1 0 1. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സ്, രണ്ട് ഫ്രണ്ട്സും വന്നാലും നമ്മൾ സിനിമയ്ക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരും വന്നില്ല, പോകുന്നില്ല. ഒരാളെ വന്നുള്ളൂ, പോകുന്നില്ല. ഒരാളെ വന്നുള്ളൂ, പോകുന്നില്ല. രണ്ടുപേരും വന്നു, പോകുന്നു. ഓക്കെ, ഇതാണ് ആൻഡ് ഗേറ്റ്. ഇതിനെ നിങ്ങൾ നെഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിനെ ഔട്ട്പുട്ടാക്കി എടുക്കാതെ ഇതിനെ നെഗേറ്റ് ചെയ്തിട്ട് y ഡാഷ് ആക്കി എടുക്കുക. അപ്പോൾ എ ആൻഡ് ബി ഡാഷ് ആയിക്കോളും. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഔട്ട്പുട്ട് എങ്കിൽ, ഇതാണ് ഒറിജിനൽ ഔട്ട്പുട്ട് എങ്കിൽ ഔട്ട്പുട്ട്. ഇത് നാൻഡ് ഗേറ്റ് ആണ്, നാൻഡ് ഗേറ്റ്. അപ്പോൾ ഇവിടെ നോട്ട് ഗേറ്റിൻ്റെ ആ ബബിളും കൂടെ ഉണ്ടാകും, ഇതിനെ നെഗേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓർക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ ഉള്ളതിനെ നെഗേറ്റ് ചെയ്യുക, 1 1 1 0 എന്നാക്കുക. അപ്പോൾ ആൻഡുമായി നാൻഡുമായി. ഓക്കെ, ഇനി നമ്മളുടെ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് ഓർ ഗേറ്റ് ഉണ്ടാവുക. എ ബി, y ഈസ് ഈക്വൽ ടു എ ഓർ ബി. ട്രുത്ത് ടേബിൾ എങ്ങനെയാണ്? ഇൻപുട്ടും ഉണ്ടാകും, ഔട്ട്പുട്ടും ഉണ്ടാകും. ഇവിടെ രണ്ട് ഇൻപുട്ടുണ്ട്, എയും ബിയും. y ഈസ് ഈക്വൽ ടു എ ഓർ ബി. എന്നിട്ട് 0 0 1 1 0 1 0 1. ഓറാണ്. ആരെങ്കിലും വന്നാൽ സിനിമയ്ക്ക് പോകാമെന്നാണ്. ആരും വന്നില്ല, പോകുന്നില്ല. ഒരാൾ വന്നു, പോകുന്നു. എ വന്നു, പോകുന്നു. രണ്ടുപേരും വന്നു, പോകുന്നു. ഇതാണ് ഓറിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഇതിനെ നെഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതല്ല നമ്മളുടെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിനെ നെഗേറ്റ് ചെയ്തിട്ടാണ് എങ്കിൽ നമ്മളപ്പോൾ ഒറിജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. എ ഓർ ബി ബാർ ആയിരിക്കും വരിക. സിമ്പലിൽ വ്യത്യാസം ഉണ്ടാവുക, ഇവിടെ ബബിൾ ചേർക്കുന്നു എന്നുള്ളതാണ്. ഇത് നെഗേറ്റഡ് ഓർ ഗേറ്റ് ആണ്, അല്ലെങ്കിൽ നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഇതിനെ ഒരിക്കൽ കൂടെ നെഗേറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്നു 1 0 0 0. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ റിവിഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണണം. തന്നെയല്ല, ഇത് 2 3 4 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളുമുണ്ട്. അത്തരം കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കണം. പ്രത്യേകിച്ച് പരീക്ഷേൻ്റെ തലേദിവസം വായിച്ചാൽ നമ്മൾ ഓർത്തിരിക്കും. അങ്ങനെ എല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടെ പോയിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഫുൾ മാർക്കും A+ ഉറപ്പാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.